നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനവിനിയോഗ ബില്ലുകൾ പാസാക്കിയാണ് 15ാം നിയമസഭയുടെ 11ാം സമ്മേളനം അവസാനിച്ചത്. വി എ ഗിരീഷുണ്ട് വിവരങ്ങളുമായി ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിയമസഭ പിരിഞ്ഞിരിക്കുന്നു. 15ാം നിയമസഭയുടെ 11ാം സമ്മേളനത്തിനാണ് ഇപ്പോൾ സമാപനമായിരിക്കുന്നത്. ധനവിനിയോഗ ബില്ലുകൾ പാസാക്കിയാണ് ഇപ്പോൾ നിയമസഭ പിരിഞ്ഞിരിക്കുന്നത്. വി എ ഗിരീഷുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, വിവരങ്ങൾ. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനമാണ് ഇന്ന് സമാപിച്ചത്. സുപ്രധാന ബില്ലുകളും ധനാഭ്യർത്ഥനകളും പാസാക്കിയാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിച്ചിരിക്കുന്നത്. ഇതിൽ സഭ സമ്മേളിച്ച 19 ദിവസത്തിൽ 12 ദിവസവും ധനാഭ്യർത്ഥനകളുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുകയായിരുന്നു. സുപ്രധാനമായ ചില നിയമങ്ങൾ, കേരള മുനിസിപ്പാലിറ്റി ബിൽ, കേരള പഞ്ചായത്ത് രാജ് ബിൽ, കേരള നികുതി വസൂലാക്കൽ ബിൽ, കേരള ധനകാര്യ ബിൽ എന്നീ സുപ്രധാന ബില്ലുകൾ ഇതിനിടയിൽ സഭ പാസാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കേരള പൊതുരേഖാ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി വിടാനും ഈ സമ്മേളന കാലയളവിൽ സഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതും പ്രത്യേകതയാണ്. മുൻ വർഷങ്ങളിലെ ധനവിനിയോഗ ബില്ലുകളും സഭ പാസാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അംഗങ്ങൾ നൽകിയ 13 ഭേദഗതികൾ ബന്ധപ്പെട്ട മന്ത്രിമാർ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം സമാപന ദിവസം പ്രതിപക്ഷ നേതാവും മന്ത്രി എം പി രാജേഷും തമ്മിലുള്ള വാക്പോരിലും സഭ വേദിയായി എന്നുള്ളതും ഇന്നത്തെ പ്രത്യേകതയാണ്. പ്രതിപക്ഷ